പറ്റുന്ന ഒരു പ്ലെയറാണ് അനുമോൾ. ഒരു സംശയവുമില്ല. അതായത് ഇന്ന് ഞാൻ ലൈവ് കാണുമ്പോൾ അക്ബറുണ്ട്, സരികയുണ്ട്, അപ്പാനിയുണ്ട്, സകലരും. അപ്പാനി ഇപ്പോൾ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അക്ബർക്ക് മുമ്പ് നോട്ടം എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ അനു, പക്ഷെ ഇന്ന് നിന്നൊരു നിപ്പുണ്ട് അവിടെ. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അനുമോള് മിക്കവാറും സീസണിൽ കയറി കത്താനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞ അനുമോള് വന്ന് നോക്കുമ്പം കിച്ചണിൽ നമ്മുടെ നെവിൻ നിൽക്കുന്നുണ്ട്. നെവിന്റെ തൊട്ടപ്പുറത്തായിട്ട് ജിസേൽ നിൽക്കുന്നുണ്ട്. ജിസേലും നെവിനും ഒക്കെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാണ്. അപ്പൊ അനുമോള് ചോദിച്ചു, ഞാനും കിച്ചൺ ടീമിലുള്ളതല്ലേ, ജിസേൽ എങ്ങനെ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ നെവിൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്നോട് പറയണ്ടേ, എൻ്റെ അടുത്ത് അറിയിക്കണ്ടേ, ഞാൻ കിച്ചൺ ടീമിലെ ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പൊ എല്ലാവരും ജിസേൽ അവിടെ നിൽക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ആര്യൻ, അപ്പാനിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സ്വാഭാവികമായിട്ട് അനുമോൾ എന്ത് ചെയ്യാണ്, സ്ട്രോങ് ആയിട്ട് അതിനെ എതിർക്കുന്നു. അപ്പാനി അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ താൻ ബോഡോ പൊട്ട ക്യാപ്റ്റ എന്ന് പറയുന്നു. പൊട്ട ക്യാപ്റ്റ എന്നാണ് പറഞ്ഞത്. പക്ഷെ പൊട്ടനെന്ന് വിളിച്ചു എന്നാണ് അപ്പാനി വിചാരിച്ചത്. അപ്പൊ എന്താ ആയിക്കോട്ടെ, അപ്പാനി അതിന്റെ പേരിലാണ് അത്രയും അവിടെ കിടന്നങ്ങ് റൈസ് ആവുന്നത്. എടീന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി വന്നിട്ട്. പക്ഷെ അനു പുഷ്പം പോലെ അതിനെ ഫേസ് ചെയ്തൊന്നേ ഫയർ തന്നെയാണ് കേട്ടോ. ഞാൻ സീരിയസ്ലി അപ്പാനി വരുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അനു ഇങ്ങനെ നിൽക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇതിനിടയിൽ താൻ കാരണമാണ് ഇവിടുത്തെ ഒരു കുട്ടി ഇവിടുന്ന് പുറത്തായതെന്നുള്ള കാര്യം അനുമോള് പറയുന്നുണ്ട്. അപ്പോഴാണ് അക്ബർ ചാടി ഇറങ്ങി, എന്താടി നീ പറഞ്ഞു, നീ കൊണച്ച വർത്താനം പറയില്, കോത്തായത്തിലെ വർത്താനം പറയില്, കോണത്തിലെ വർത്താനം പറയില്, എന്റെ പൊന്നെ എന്ന് വേണ്ട വായി തോന്നിയ സകലതും അക്ബർ വിളിച്ചു പറയുന്നു. പക്ഷെ എന്നിട്ടും അനുമോൾ അവിടെ നിന്ന് കുലുങ്ങിയിട്ടില്ല. അനുമോള് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അനുമോളുടെ തന്നെ ടീമിലുള്ള നമ്മുടെ ആദിലെ നൂറെ അടക്കം വന്ന് പറയുന്നുണ്ട്, അവൾ അവിടെ കയറി കുക്ക് ചെയ്താൽ നിനക്കെന്ത്, നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കുക്ക് ചെയ്യണ ജോലി മാത്രമേ നമുക്കുള്ളൂ, അതിനിടയ്ക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് കുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കിച്ചൺ ടീമിന്റെ കേസിൽ അങ്ങനെ അല്ല. ആർക്ക് വന്നും വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റൂല, കിച്ചൺ ടീമിനെ പറ്റൂ. ഇപ്പൊ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ പെർമിഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ അനുമോള് കിച്ചൺ ടീം തുടങ്ങുന്നതിന് മുമ്പ് ടീം തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു, പുറത്തുനിന്നുള്ള ഒരാളെയും കിച്ചണിൽ കയറ്റി കുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് ലംഘിച്ചത് അപ്പാനിയാണ്. ആര്യനാണെങ്കിലും ഉള്ള കാര്യം പറയാമല്ലോ, എന്തുവാടേ ഇത്, ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ വേണ്ടേ ആമ്പിളരെ വില കളയാൻ വേണ്ടിയിട്ട്. വോട്ട് എന്തേലും ആയിക്കൊണ്ട്